എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹരിയാലി ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയില, അതുപോലെ തന്നെ 2-3 ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു 5-6 പച്ചമുളക്. ഇതെല്ലാം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ടൊരു ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്തെടുത്താൽ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറാകുമ്പോൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇതിലുള്ള വെള്ളം തന്നെയാണ് കേട്ടോ. ഈ വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ തിളച്ച് വരുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത് ഒരു 10-15 മിനിറ്റ് മതിയാവും കുക്ക് ചെയ്യാനായിട്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം എരിവൊന്നും ഇല്ലാത്ത കറി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും അതുപോലെ സവാളയും ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്.